മാഷേ, നവീൻ ബാബു ചത്തില്ലേ? ഇനി എന്തിനു കിടന്ന് തിളയ്ക്കുന്നത് മഞ്ജുഷയ്ക്ക് ഈ തിളപ്പ് ഇനി കൂടുതൽ തിളച്ചാൽ ഞങ്ങൾ ഇറങ്ങിയാൽ പിന്നെ ഇപ്പോൾ കൊടി സുനി വരെ പരോളിൽ ഇറക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഏത് ലെവലിലേക്ക് ഞങ്ങൾ കൊണ്ടെത്തിക്കുമെന്നുള്ളത് നിങ്ങൾ ഭയത്തോടെ കാണണം. പറയുന്നത് സഹാക്കന്മാരുടെ ആസ്ഥാന ഗുരുവായ പോരാളി ഷാജിയാണ് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. കോൺഗ്രസ്സുകാർ കൊന്നവരുടെയൊക്കെ കുടുംബത്തിലെ പെണ്ണുങ്ങളെ നിങ്ങൾ സംരക്ഷിക്കുമോ, അവരോടൊപ്പം നിൽക്കുമോ എന്നൊക്കെയാണ് ചോദ്യം. അതായത് നവീൻ ബാബുവിൻ്റെ മരണത്തിൽ ഇനി ആരും ശബ്ദമുയർത്തണ്ട, ചത്തവൻ പോയി, മഞ്ജുഷയും കൂടുതൽ കിടന്ന് തിളയ്ക്കണ്ട. ഇത് ഇന്നത്തെ ഒരു കാലത്തെ നമ്മുടെ രാഷ്ട്രീയത്തിന് വന്നിരിക്കുന്ന മാറ്റം. രാഷ്ട്രീയം ഏതാണ്ട് സമ്പൂർണ്ണമായിട്ട് ഗുണ്ടായുസമായി മാറും. അപ്പോൾ നിലനിൽക്കുന്ന ഭരണ സംവിധാനങ്ങൾക്കെതിരെയോ അല്ലെങ്കിൽ പാർട്ടി സംവിധാനങ്ങൾക്കെതിരെയോ ആരെങ്കിലും സംസാരിച്ചാൽ ആ സംസാരിക്കുന്നവരെ നിശബ്ദരാക്കാനായിട്ടാണ് ഈ പോരാളി ഷാജിയെ പോലെയുള്ള ഗുണ്ടാ സംഘങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവരുടെയൊക്കെ പ്രവർത്തന മേഖല പ്രധാനമായിട്ടും സൈബർ ഇടമാണല്ലോ. അങ്ങനെയാണ് ഇവരെ സൈബർ ഗുണ്ടകളെന്നൊക്കെ വിശേഷിപ്പിക്കുന്നത്. നേരത്തെ ഇങ്ങനത്തെ ഒരു സ്പേസ് ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരു സ്പേസ് നമുക്കുണ്ടായിരുന്നില്ല. അതിന് പകരം വളരെ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു സ്പേസാണ് പഴയ കാലത്തുണ്ടായിരുന്നത്. മനുഷ്യൻ നേരിട്ട് പച്ചയായ മനുഷ്യരുടെ പ്രവർത്തനത്തിൻ്റെ ഒരു കാലമായിരുന്നു. ആ കാലം മാറിയതിന് പകരം സൈബർ, കുറേ കഴിയുമ്പോൾ ചിലപ്പോൾ റോബോട്ടുകളൊക്കെ വരും ഇങ്ങനെ ആക്രമിക്കാനായിട്ട്. ഇപ്പോൾ മനുഷ്യൻ കൂടുതൽ ഭയാനകമായിട്ടുള്ള അന്തരീക്ഷത്തിലേക്ക് പോകേണ്ടതായിട്ട് വരും. കാരണം പാർട്ടിക്കെതിരെ എന്തെങ്കിലും സംസാരിക്കുകയോ പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പാർട്ടിയുടെ റോബോട്ടുകൾ, അതായത് ടെക്നിക്കൽ ഗുണ്ടകൾ വന്ന് നമ്മളെ കശാപ്പ് ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് വേണമെങ്കിൽ എത്താം. അതിൻ്റെ ഒരു സാധ്യത പോലും ഇനി തള്ളിക്കളയാൻ പറ്റാത്ത തരത്തിലേക്ക് നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പോരാളി ഷാജിയുടെ സന്ദേശം ഇതാണ്: ആവശ്യത്തിലധികമായി നവീൻ ബാബുവുമായി ബന്ധപ്പെട്ട വിഷയം നിങ്ങൾ ചർച്ച ചെയ്യുന്നു. അതിൻ്റെ സമയം കഴിഞ്ഞു. ഞങ്ങൾ നിയന്ത്രണ രേഖ വരച്ചിരിക്കുന്നു. ഇത് ഞാൻ കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപകടം. അതുകൊണ്ട് ജാഗ്രത എന്ന് നവീൻ ബാബുവുമായി ബന്ധപ്പെട്ട് ആ വിഷയത്തിൽ അതിൽ നീതി വേണം എന്ന് പറഞ്ഞ് വാദിക്കുന്ന ആളുകളുടെ വായടപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം സമൂഹം പൊതുവിൽ വളരെ ശക്തമായിട്ട് ഈ നവീൻ ബാബുവിന് വേണ്ടി വാദിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാ കൊലപാതകങ്ങളിലും അങ്ങനത്തെ വാദങ്ങൾ ഉയർന്നു വരാറില്ല. പക്ഷേ ഇതിനകത്ത് സമൂഹത്തിൻ്റെ ഒരു മനസ്സാക്ഷി എന്ന് പറയുന്നത്, കോൺഷ്യൻസ് ഓഫ് ദ സൊസൈറ്റി എന്ന് പറയുന്നത് ശക്തമായിട്ട് നവീൻ ബാബുവിനോടൊപ്പം വന്നു. ഇപ്പോൾ കേരളത്തിൽ എത്രയോ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നു. പക്ഷേ ടി.പി. ചന്ദ്രശേഖരൻ്റെ വധത്തെ പോലെ ചർച്ച ചെയ്യുകയും അതിന് നീതി കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോരാട്ടം നടത്തുകയും ചെയ്തത് അതൊരു അത്യപൂർവമായ സംഭവമായിരുന്നു ശരിക്കും പറഞ്ഞു. അതിപ്പോൾ കെ രമ എന്ന് പറയുന്നതായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മാത്രം പോരാട്ടമായിരുന്നില്ല. അത് കേരളത്തിലെ നൈതിക മൂല്യമുള്ള മനുഷ്യരുടെ പോരാട്ടമായിരുന്നു. ആ പോരാട്ടത്തിൻ്റെ ഒരു വിജയമാണ് രാഷ്ട്രീയ കൊലപാതകങ്ങൾ എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വെറുക്കപ്പെട്ട ഒരു പ്രക്രിയയായിട്ട് മാറിയിരിക്കുന്നത്. അതിനെ മാറ്റിയെടുക്കാനായിട്ട് കഴിഞ്ഞത് ആ കൊലപാതകത്തിൻ്റെ അതിൻ്റെ ഒരു ഫലമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ അതിന് ശേഷമുണ്ടായ കേരളം, ടി.പി. ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തിന് ശേഷമുണ്ടായ കേരളം എന്ന് പറയുന്നത് അതിക്കുമ്പുണ്ടായിരുന്ന കേരളത്തിൽ നിന്ന് വേറിട്ടൊരു കേരളമാണ്. ശരിയാണ് പോരാളി ഷാജി പറയുന്നത്. ഒരുപാട് CPM പ്രവർത്തകർ, സഹാക്കൾ, കോൺഗ്രസ്സുകാരുടെയും മുസ്ലിം ലീഗുകാരുടെയും BJPക്കാരുടെയും RSSകാരുടെയും ഒക്കെ കത്തിക്കിരയെ മരിച്ചിട്ടുണ്ട്. ശരിയാണത്. അതേപോലെ ആണ് ഈ BJPയുടെയും RSSൻ്റെയും ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ പ്രവർത്തകരും CPMൻ്റെ കത്തിക്കിരയായിട്ടൊക്കെ മരിച്ചിട്ടുണ്ട്. ഇതാണ് രാഷ്ട്രീയ കൊലപാതകം എന്നാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. അത് പാടില്ല എന്നതാണ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ നിലപാട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിഷയത്തിലും നീതിപൂർവമായിട്ടുള്ള അന്വേഷണം വേണം എന്ന് പറയുന്നത്. കാരണം ഇത് അത്യാപൂർവമായിട്ടുള്ള ഒരു മരണമാണ്. ആ കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്ന് ഇതുവരെയായിട്ടും തെളിയിക്കപ്പെട്ടിട്ടില്ല. ആ തെളിയിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള അന്വേഷണ പാതയിലാണ് സമൂഹം. അതിൻ്റെ ഭാഗമായിട്ടാണ് CBI അന്വേഷിക്കണം എന്ന് പറഞ്ഞ് മഞ്ജുഷ കോടതിയിലേക്ക് പോകുകയും മഞ്ജുഷയുടെ കുടുംബം മുഴുവനും അതിനുവേണ്ടിയുള്ള ശക്തമായിട്ടുള്ള വാദം തുടരുകയും ചെയ്തു. സ്വാഭാവികമായിട്ട് CPMൻ്റെ എതിരാളികളെല്ലാവരും മഞ്ജുഷയുടെ ഒപ്പം നിൽക്കും എന്നുള്ളത് ശരിയാണ്. അതല്ലാത്ത ആളുകളും നിൽക്കുന്നുണ്ട്. പാർട്ടി പോലും പറഞ്ഞത് മഞ്ജുഷക്കൊപ്പം അല്ലെങ്കിൽ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനൊപ്പം എന്നാണ് പറയുന്നത്. കാരണം ആ മരണത്തിൻ്റെ അതിൻ്റെ ഒരു വലിപ്പം, എല്ലാ മരണങ്ങളും മരണങ്ങളല്ലേ എന്ന് ചോദിച്ചാൽ ശരിയാണ്. പക്ഷേ ചില മരണങ്ങൾക്ക് വലിയ തരത്തിൽ നമ്മുടെ സമൂഹത്തിൽ ചെയ്യാൻ പറ്റും, അതിൻ്റെ മുദ്ര പതിപ്പിക്കാനായിട്ട് കഴിയും. അങ്ങനെ പതിപ്പിക്കപ്പെട്ട
ഒരു മരണമാണ് നവീൻ ബാബുവിൻ്റെ. അതുകൊണ്ടാണ് നവീൻ ബാബുവിൻ്റെ മരണത്തെക്കുറിച്ച് ഇപ്പോഴും വീണ്ടും വീണ്ടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ പാടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം വെച്ചാൽ നമ്മളൊക്കെ കൂടി തന്നെയാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു മൂല്യബോധത്തെ നിർമ്മിച്ചെടുക്കുന്നത്. ആ മൂല്യബോധത്തിൽ മനുഷ്യത്വ വിരുദ്ധമായ പോസ്റ്റായിട്ട് ഈ പോസ്റ്റ് മാറിത്തീരുകയാണ് ചെയ്യുന്നത്. അതായത് പക്ഷേ ഈ നവീൻ ബാബുവിൻ്റെ മരണം PP ദിവ്യയെ എന്തിനിങ്ങനെ പിടിച്ചിടുന്നു എന്നാണ് ചോദിക്കുന്നത്. ദിവ്യയെ നിങ്ങൾ എന്തിനിങ്ങനെ, ഇപ്പോൾ ഏത് കൊച്ചുകുട്ടിക്ക് പോലും ദിവ്യയെ അറിയാം. കാരണം ദിവ്യ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ കൊലയാളി എന്നുള്ള രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇനി ഞങ്ങൾ ആളുകളെ കൊല്ലും, അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഇത്തരം നടപടികൾ ഇനിയും ഉണ്ടാകും, നിങ്ങൾ ശബ്ദിക്കരുത് എന്നുള്ളൊരു താക്കീത് കൂടി ആ പോസ്റ്റിലുണ്ടോ? അല്ലേ, ഇത്തരം പോസ്റ്റുകൾ എന്ന് പറയുന്നത് അസഹിഷ്ണുതയുടെ ഫലമായിട്ട് പുറത്തു വരുന്ന പോസ്റ്റാണ്. അസഹിഷ്ണുതയാണ്. കാരണം ഇത് കേട്ട് ഞങ്ങൾ മടുത്ത് ഇനി കേൾക്കാൻ സൗകര്യമില്ല. അത് കേൾക്കാതിരിക്കാനായിട്ട് ഉള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് സൃഷ്ടിക്കണമെങ്കിൽ അങ്ങനെ സംസാരിക്കുന്നവരെ നിശബ്ദരാക്കുക എന്നുള്ളതാണ്. ആ നിശബ്ദരാക്കാനുള്ള മാർഗം എന്താണ്? ഒന്നില്ലെങ്കിൽ ഭീഷണി, അല്ലെങ്കിൽ കത്തി. അതാണ് നിശബ്ദരാക്കുക. പക്ഷേ ഒരു കാര്യം ഇങ്ങനെ ഉള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യൻ്റെ ഈ ശബ്ദം എന്ന് പറയുന്നത് അങ്ങനെ ആർക്കും നിശബ്ദരാക്കാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. അതെക്കാലത്തും ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ വളരെ ശക്തമായിട്ട് ഈ കാര്യങ്ങൾ എത്രയോ ഘട്ടങ്ങളിൽ ഉയർത്തിയിട്ടുണ്ട്. കാരണം വളരെ 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 ന്യൂനപക്ഷമായ ഒരു കൂട്ടം ആളുകളാണ് പലപ്പോഴും ഈ സമൂഹത്തെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ ഇറങ്ങിയപ്പോൾ. അങ്ങനെ ഇറങ്ങിപ്പുറപ്പെട്ട ആളുകൾക്ക് അതിഭീകരമായിട്ടുള്ള മർദ്ദനങ്ങൾ, കശാപ്പുകൾ, ജയിലറകൾ ഇതൊക്കെയാണ് പഴയ കാലത്ത് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് അവർ അങ്ങനെ ശബ്ദം ഞങ്ങളുടെ ശബ്ദം നിങ്ങൾക്ക് നിശബ്ദമാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ ആളുകളാണ്. അതാണ് അവരുടെ ഒരു പാരമ്പര്യം. പക്ഷേ അവർ വന്ന് പിന്നീട് അധികാരികളായി കഴിഞ്ഞപ്പോൾ അവർ ആ അധികാരത്തിനെതിരെ ആരൊക്കെ ശബ്ദിക്കുന്നുണ്ടോ ആ ശബ്ദത്തെ നിശബ്ദമാക്കാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇത് കാലത്തിൻ്റെ ഒരു എന്താണ് നിയമമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടുള്ളത്. അധികാരത്തിലിരിക്കുന്നവൻ അതിനെതിരെ ഉയർന്നു വരുന്ന ശബ്ദത്തെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. അധികാരം കാണിക്കുന്ന അധികാരത്തിൻ്റെ ദുഷ്ട ലാക്കുകൾ, അതേപോലെ തന്നെ അതിൻ്റെ ധാർഷ്ട്യം, അഹങ്കാരം, അതിനൊക്കെതിരെ പ്രതികരിക്കുന്നതായിട്ടുള്ള മനുഷ്യർ തലപോയാലും അതിനെതിരെ പ്രതികരിക്കും എന്നുള്ള പ്രഖ്യാപനം തുടരുകയും ചെയ്യും. അപ്പോൾ നേരത്തെ ഈ ഏണസ്റ്റ് ഹെമിംഗ്വേ എന്ന് പറയുന്ന പ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരൻ ലോകത്തിന് മനസ്സിൽ പതിപ്പിച്ച ഒരു വാചകം എന്ന് പറഞ്ഞ ഇതാണ്: മെൻ ക്യാൻ ബി ഡിസ്ട്രോയ്ഡ് ബട്ട് കനോട്ട് ബി ഡിഫീറ്റഡ് എന്നുള്ളതാണ്. മനുഷ്യനെ വേണേൽ നിങ്ങൾക്ക് നശിപ്പിക്കാം, പക്ഷേ അവനെ നിങ്ങൾക്ക് ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയില്ല. ഇതാണ് പോരാളി ഷാജി പോരാളിയായിരുന്നു മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം. അതുകൊണ്ട് അദ്ദേഹം അത്തരത്തിലുള്ള പോസ്റ്റുകൾക്ക് ഒരു പ്രസക്തിയുമില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം മനുഷ്യരുള്ളിടത്തോളം കാലം അവരുടെ പോരാട്ടം തുടരും. ഈ പോരാളി ഷാജി എന്ന് പറയുന്ന അയാളെന്തിനാ ഈ പോരാളി എന്ന് പറഞ്ഞ് നടക്കണം? അപ്പോൾ പോരാളി ആവുക എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അധികാരത്തിനെതിരെ പോരാടുക എന്നുള്ളതാണ്. മനുഷ്യൻ നിശബ്ദരാക്കാനായിട്ട് ശ്രമിക്കുന്നവർക്കെതിരെ പോരാടുക എന്നുള്ളതാണ്. അതല്ലാണ്ട് അസഹിഷ്ണുതയുടെ ശബ്ദമാകലല്ല അതിൻ്റെ ജോലി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പോരാളി ഷാജി ഉൾപ്പെടെ ഉള്ളവർ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരം ഭീഷണിയുടെ സ്വരത്തിൽ ഇത്തരം പോസ്റ്റുകൾ കൊണ്ടുവരുമ്പോൾ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് നീതി കിട്ടും എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ മാഷ്? അല്ല, നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം അവർ നിരന്തരം തുടരുക എന്നുള്ളതാണ് അവർക്ക് നീതി കിട്ടാനായിട്ടുള്ളൊരു മാർഗം. കാരണം മുട്ടുവിൻ തുറക്കപ്പെടും എന്നുള്ളതാണ്. പല വാതിലുകളിലും മുട്ടുമ്പോൾ അത് തുറക്കപ്പെടുന്നില്ല. അതുകൊണ്ടൊരിക്കലും നീതി കിട്ടില്ല എന്ന് കരുതാൻ പാടില്ല. ഒരു വാതിൽ മുട്ടി നീതി കിട്ടിയില്ല, അടുത്ത വാതിൽ മുട്ടും, അങ്ങനെ പല വാതിലുകൾ മുട്ടി അവസാനം നീതിയുടെ വിജയമുണ്ടാകും. സത്യമേവ ജയത എന്ന് നമ്മൾ പറയുന്നത് അങ്ങനെയാണ്. നീതി വിജയിക്കും എന്നുള്ളതാണ്. ആ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരുക. അത് ഒരു മനുഷ്യനായിരിക്കുന്ന ഒരു അവസ്ഥയുടെ പ്രത്യേകത. നമുക്ക് പ്രത്യാശ നഷ്ടപ്പെട്ടാൽ പിന്നെ നമുക്ക് മനുഷ്യനാവാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. ഒരു 3 സെക്കൻഡ് ഒരു പ്രത്യാശയില്ലാത്ത അവസ്ഥയിൽ മനുഷ്യനെത്തിയാൽ, അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ് ഒരു പ്രത്യാശയും പ്രതീക്ഷയും ഇല്ലാത്ത അവസ്ഥയിൽ മനുഷ്യനെത്തിയാൽ ആ മനുഷ്യൻ പിന്നെ ജീവിക്കാൻ പറ്റില്ല. ആ മനുഷ്യൻ താനെ മരിച്ചു പോവുക, ആത്മഹത്യ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് മനുഷ്യനായിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷ എന്ന് പറയുന്നത് ഒരു കാരണവശാലും നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് നീതി കിട്ടും എന്ന് നമ്മൾ പ്രതീക്ഷിച്ച് മുന്നോട്ട് പോവുകയും നവീൻ ബാബുവിൻ്റെ കുടുംബം നീതിക്ക് വേണ്ടിയുള്ള അവരുടെ അന്വേഷണവും പോരാട്ടവും തുടരുകയും ചെയ്യാം.